ഈ കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം വളരെ വിവാദം സൃഷ്ടിച്ച ഒരു കേസിന്റെ വിധിയുടെ പിന്നാലെയാണ്. ആ വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും 2 തരത്തിലുള്ള വാദഗതികൾ ഉണ്ടാകുമ്പോഴും ഈ വിധി ഇങ്ങനെയായിരിക്കും എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. കേസിന്റെ പിന്നിലെ മെരിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ആ നാൾവഴികളിൽ കാണാൻ സാധിച്ചിട്ടുള്ള ചില അദൃശ്യമായ സാന്നിധ്യങ്ങളും ചില സംഭവങ്ങളുമാണ് ഈ കേസ് ഈ വഴിത്തിരിവിലെത്തും എന്നത് പ്രതീക്ഷിക്കാനുണ്ടായ പ്രധാന സാഹചര്യം. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ നടി ആക്രമിക്കപ്പെടുന്ന ഉടൻ തന്നെ അതിൻ്റെ കേസും നിയമസഭ സഹായവും ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് കേരളത്തിലെ അന്നത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും MLA-യുമായിരുന്ന തൃക്കാക്കര MLA-യുമായിരുന്ന PT തോമസ് അവർകളാണ്. വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് രാഷ്ട്രീയവും വ്യക്തിപരവുമായി ആ ഇരയ്ക്ക് പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് അതിനൊപ്പം നടന്ന കേരളത്തിലെ ആദർശധീരനായ ഒരു നേതാവ് കൂടിയാണ് അന്നത്തെ MLA ആയിരുന്ന, ഇല്ലെങ്കിൽ ഇന്നത്തെ MLA-യുടെ ഭർത്താവായിരുന്ന PT തോമസ്. എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും ആ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും അതിനുവേണ്ട നിയമവും രാഷ്ട്രീയവുമായ എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുവാനും ആ മാന്യ അദ്ദേഹം അന്ന് ആ കേസിന്റെ പിന്നിൽ, ആ ഇരയുടെ പിന്നിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹത്തിന് ആ വിധി കേൾക്കാൻ വിധിയുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആകസ്മിക മരണം അദ്ദേഹത്തിന്റെ ജീവനെടുത്തു. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇല്ലെങ്കിൽ ഇന്നും ഈ കേസിന്റെ വിധിക്ക് ശേഷവും ഒരു പുനർവിധി ഉണ്ടാകുന്നത് വരേക്കും അദ്ദേഹം അതിനു പിന്നിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടതിന് ശേഷം പലവിധത്തിലുള്ള രോഗങ്ങളുണ്ടായി, ആരോഗ്യം മോശമായി, അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. രണ്ടാമത് ആ കേസിൽ ഉറച്ച നിലപാടുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് ശ്രദ്ധ നേടിയ തെളിവുകളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിരത്തി ഈ പ്രമുഖ നടൻ കുറ്റക്കാരനാണ്, നിയമത്തിന്റെ മുന്നിൽ വരണം, ശിക്ഷിക്കപ്പെടണം എന്ന് ഉറച്ച നിലപാടോടുകൂടി നിന്ന ഒരാളാണ് സിനിമാ മേഖലയിലെ ശ്രീ ബാലേന്ദ്രകുമാർ. ഈ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് വിസ്താരത്തിന്റെ സമയത്ത് തന്നെ കോടതിയിൽ ഹാജരാകുവാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെയും ആരോഗ്യം വളരെയധികം മോശമായി. ഈ വിധി കേൾക്കാൻ ഇന്ന് അദ്ദേഹമില്ല. അവസാന വിധി നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള വിചാരണ സമയത്ത് പോലും കോടതിയിൽ ഹാജരാകുവാനായിട്ട് ആ വ്യക്തിക്കും സാധിച്ചില്ല. അദ്ദേഹവും ആ കേസിന്റെ നാൾവഴികളുടെ ഇടയിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ളതും ഒരു ആകസ്മികമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കരുതിപ്പോരാ. പക്ഷെ ഞാൻ അങ്ങനെ കരുതുവാൻ തയ്യാറുമല്ല. പിന്നീട് ഈ കേസിന്റെ ഇടയിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ വിവരാവകാശ പ്രവർത്തകനുമായിട്ടുള്ള ഒരു വ്യക്തി കളമശ്ശേരിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ പല കാര്യങ്ങളിലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരു വിവരാവകാശ പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹവും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു. അദ്ദേഹം താൻ താമസിച്ച ആ മുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ് പിന്നീട് കണ്ടത്. അന്ന് മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ആ വാർത്ത വന്നു. പക്ഷെ സംശയിക്കത്തക്കമായിട്ടുള്ള ഒരു സാഹചര്യത്തിലുമല്ല ആ വിവരാവകാശ പ്രവർത്തകൻ മരണപ്പെട്ടത്. അദ്ദേഹം ആകസ്മികമായിട്ടുള്ള സാധാരണ ഒരു മരണമാണ്.
എന്ന രീതിയിൽ അദ്ദേഹവും ആ ഇടപെടൽ നടത്തിയ വ്യക്തിയും മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനും ആകസ്മികമായി നമ്മൾ മറ്റു കാര്യങ്ങളുമായി കൂട്ടിക്കിടക്കേണ്ടത് ആവശ്യമില്ല എന്ന് സാധാരണഗതിയിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. പക്ഷേ ആ വ്യക്തിയും മരണപ്പെട്ടു. ശേഷം ഈ പ്രമുഖ നടനെ അറസ്റ്റിലേക്ക് തന്നെ എത്തിച്ച അതിൻ്റെ ഗൂഢാലോചന കുറ്റം അന്വേഷിക്കുന്ന ആ ടീമിന്റെ പ്രമുഖ ഉദ്യോഗസ്ഥനായിരുന്ന, അല്ലെങ്കിൽ ആ ടീമിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറും പിന്നീട് ഡിവൈഎസ്പിയുമായിട്ടുള്ള ശ്രീമാൻ ബൈജു പൗലോസ്, ആ വ്യക്തിയും ഈ കഴിഞ്ഞ കാലഘട്ടത്തിന് മുമ്പ് ഒരു വലിയ അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെടുകയും അത്ര നിസാരമല്ലാത്ത പരിക്കേറ്റ് അദ്ദേഹത്തിനും ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവം. ഈ കേസിൽ എത്രത്തോളം സമ്മർദ്ദമുണ്ടായിട്ട് പോലും ഈ ഗൂഢാലോചന കുറ്റം ചുമത്തി ഈ നടനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതിന് മുൻകൈയെടുത്ത, അതായത് യാതൊരു വിധത്തിലുള്ള പഴുതുകളും ഇല്ലാതെ പഴുതടച്ച അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടർ. പക്ഷെ അദ്ദേഹവും വളരെ വലിയൊരു രീതിയിലുള്ള ഒരു അപകടമാണ്. ആ വാഹനം കിടക്കുന്ന കണ്ടാൽ അതിൽ സഞ്ചരിച്ചിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ താഴ്ചയിലേക്ക് ആ വാഹനം മറിഞ്ഞ് അദ്ദേഹത്തിനും പരിക്കേൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോയ, അല്ലെങ്കിൽ ഈ നടനും പിന്നിൽ ആ നടന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നു, മരണമുണ്ടായി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത് ഒരു സാധാരണഗതിയിലുള്ള ഒരു പോക്കായിരുന്നില്ല എന്നുള്ളത് അന്ന് തന്നെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. പലതരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള ചില സംഗതികൾ ഈ കേസുമായി നടക്കുന്ന സമയത്ത്, ഈ കേസിൻ്റെ ഉൾപ്പെടുന്ന സമയത്തൊക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തൊക്കെ ഈ വ്യക്തിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് ചില അമാനുഷികമായിട്ടുള്ള ശക്തികളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. സാധാരണഗതിയിൽ ഇത്രയും വർഷം നീണ്ടുപോകേണ്ട ഒരു ആവശ്യമുള്ള കേസായിരുന്നില്ല. കാരണം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പോലും അനാവശ്യമായി ഈ കേസ് നീണ്ടുപോകാൻ വഴിവെച്ചതും പല പ്രോസിക്യൂട്ടർമാരും, പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നിരന്തരമായി ഈ കേസിൽ നിന്ന് പിന്മാറേണ്ടതായ സാഹചര്യമുണ്ടായതും എല്ലാം സാധാരണഗതിയിലുള്ള ഒരു സംഭവമായിട്ടോ സാധാരണ കേസുമായിട്ടോ ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു നിരീക്ഷണം ഞാൻ സാധാരണയായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതായത് ഈ വ്യക്തിയെ അടുത്തറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഈ വ്യക്തിക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും അത്തരം വിശ്വാസങ്ങളും ഒക്കെ ഉള്ളത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ശക്തമായൊരു സ്ത്രീ സാന്നിധ്യം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയം തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ നാൾവഴികൾ ഇനിയും മുന്നോട്ട് പോയാലും മറിച്ചൊന്ന് ചിന്തിക്കാൻ ഇടയാകില്ല എന്നുള്ളതാണ് സത്യവും. നമസ്തേ. Like, share, subscribe.